ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിതാ റംസാൻ 5-ൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ കാലത്തെ ഓർഡറുകളും പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലുഹാൻസ്കാരും ലുഹറൻസ്കാരൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് നേരം ഓതാനിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓർഡറൊക്കെ കഴിഞ്ഞ് ഞാനിതാ നേരത്തെ തന്നെ ഒന്ന് കിച്ചണിലേക്ക് കയറുകയാണ്. എനിക്കിന്ന് 50 ബിരിയാണിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. മൈരിബിക്ക് ഒരു 35 പേർക്കുള്ള ബർത്ത്ഡേൻ്റെ ഓർഡറും പിന്നെ ഒരു 15 നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള ഓർഡറുമാണ് കേട്ടോ. 7 മണിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതാ വേഗം അതിന് വേണ്ടി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഓർഡർ ആകുമ്പോൾ പിന്നെ ഉള്ളി തൊലിക്കാനും ചതയ്ക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനിതാ ആദ്യം ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ മേടിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ അതിനൊക്കെ കഴുകി വാരിയെടുത്തു. പിന്നെ ഇതാ അപ്പോഴേക്കും മോൻ പോയിട്ട് പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴേക്കും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇതാ മോനിന് കേട്ടോ അതൊക്കെ റെഡിയാക്കി എടുക്കണത്. അങ്ങനെ തൊലിക്കാനുള്ളതൊക്കെ തൊലിച്ച് ചതയ്ക്കാനുള്ളതൊക്കെ ചതച്ചെടുത്തു. പിന്നെ ചിക്കനും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വേഗം ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കണത്. എന്നെ സഹായിക്കാൻ ഇതാ ഒക്കെയുണ്ട്. മോന് പിന്നെ ഇതാ ഫ്രൂട്ട് സലാഡിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അവൻ എക്സാം ആയതുകൊണ്ട് ഉച്ചവരെയാണ് കേട്ടുള്ളൂ. ബിരിയാണിൻ്റെയും ചിക്കൻ ഗ്രേവിൻ്റെയും ഒക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ റെസിപ്പി ഒന്നും കാണിക്കാത്തത്. അങ്ങനെ ചിക്കൻ ഗ്രേവിയൊക്കെ ഇതാ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതവിടെ മൂടി വെച്ചതിന് ശേഷം ഞാനിതാ സലാഡൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ സലാഡൊക്കെ ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടായില്ലേ. നമ്മൾ പാലും തൈരൊക്കെ മേടിക്കുന്ന കവർ ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ ചുമരിൽ ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ട് നമ്മുടെ കവർ നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഹരിതകർമ്മ സേന വരുമ്പോൾ നമുക്കത് വേഗം എടുത്തു കൊടുക്കാൻ പറ്റും. സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കൻ ഗ്രേവിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിതാ വേഗം റൈസും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയാക്കി ഇതാ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനെന്ന് ബിരിയാണി തന്നെയാണ് ഇട്ട് ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ ഇതാ അതൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് പാത്രം കണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. നോമ്പ് തുറന്നാൽ പിന്നെ ഒന്നിനും സാധിക്കില്ല കേട്ടോ. അപ്പോഴേക്കും മോൻ വന്നതാണ് കേട്ടോ. വീഡിയോ ഓണാക്കി വെച്ചിട്ട് പറഞ്ഞാൽ പിന്നെ അവന് ഹായൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ബിരിയാണി ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിനും കൂടി അങ്ങോട്ട് ദമ്മിട്ട് വെക്കുകയാണ്. അപ്പോൾ ചിക്കനും റൈസും കൂടി ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. പിന്നെ ഇതാ അതിലും കൂടി അങ്ങോട്ട് ദമ്മിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയം ആനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. മോളാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണത്. ഞാൻ കുറച്ച് കസ്കസൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഓർഡറിനുള്ള ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ അതിനൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കും കൂടി ചെയ്യണം. അതിന് റൈസൊക്കെ ആയതിന് ശേഷം ഇതാ എല്ലാം 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. റൈസും ഗ്രേവിയും സലാഡും അച്ചാറൊക്കെ. പിന്നെ നമ്മൾ പ്ലേറ്റും ഗ്ലാസും കൊടുക്കലുണ്ട് കേട്ടോ. അതും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും നോമ്പ് തുറക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാം പാടെ. മോനാണ് കേട്ടോ ഫ്രൂട്ട് സലാഡിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഞാനിത് അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ ബാങ്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ 4 ആളും കൂടെ ഇതാ നോമ്പൊക്കെ തുറക്കുകയാണ്. ഇന്നിപ്പോൾ ഇതാ മൊസംബി ജ്യൂസും ഫ്രൂട്ട് സലാഡ് തന്നെ ഇട്ടുള്ളൂ. എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതാ തണ്ണിമത്തനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈത്തപ്പഴവും കാരക്കയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഓർഡറും കൂടെ കൊടുക്കാണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ കഴിക്കുള്ളൂ. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഓർഡറൊക്കെ ഒന്ന് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒക്കെയും മോനും കൂടെ 2 ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഒരു ഓർഡർ നേരത്തെ തന്നെ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോമ്പ് തുറക്കാനുള്ള ഓർഡർ ആയിരുന്നു. ഇതിപ്പോൾ ഒരു ബർത്ത്ഡേൻ്റെ ഓർഡറാണ് കേട്ടോ. അതിപ്പോൾ 7 മണിക്ക് കൊണ്ടുവന്നാൽ മതി എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ രണ്ടാമത്തെ ഓട്ടം കൊടുത്തു വിട്ടതിന് ശേഷം ഇതാ നമുക്കുള്ള ബിരിയാണിയൊക്കെ ഒന്ന് ദമ്മിട്ട് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കുകയാണ്. ഇത് നമ്മൾ അപ്പുറത്തേക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവർക്കുള്ള ബിരിയാണിയൊക്കെ ഒന്ന് ആക്കി കൊടുത്തു വിടുകയാണ്. ഇതാ എനിക്ക് കുറേ പണിയുണ്ട് കേട്ടോ. പാത്രം കഴുകാണ്ട്, പിന്നെ ഇതാ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എത്രയൊക്കെയാണ് കേട്ടോ അതിനകത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.